എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മർദ്ദ മേഖലകളെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് കാറ്റുകളെ കുറിച്ചും അവയുടെ രൂപീകരണത്തെക്കുറിച്ചും കാറ്റുകളുടെ ദിശയെയും വേഗതയെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും പഠിക്കാം. കാറ്റ് എന്നാൽ എന്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന തല സഞ്ചാരമാണ് കാറ്റ്. അതായത് ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ സോൺ ടു ലോ പ്രഷർ ഏരിയ, ദാറ്റ് ഈസ് വിൻഡ്. ഈ കാറ്റുകൾ ഒരേ വേഗതയിലും ഒരേ ദിശയിലും അല്ല വീശുന്നത്. അതിന് വ്യത്യാസങ്ങളുണ്ട്. കാറ്റിന്റെ വേഗത്തെയും ദിശയെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളുമുണ്ട്. അതായത് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഓഫ് ദ ഡയറക്ഷൻ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ വിൻഡ്സ്. അവയാണ് മർദ്ദചരിവ് ബലം ഓർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. നെക്സ്റ്റ്, കോറിയോലിസ് പ്രഭാവം ഓർ കോറിയോലിസ് ഫോഴ്സ്. ആൻഡ് തേർഡ് ഓൺ ഫ്രിക്ഷൻ ഓർ കർഷണം. ഇനി ഇവ ഓരോന്നും എങ്ങനെയാണ് കാറ്റുകളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഓർ മർദ്ദ ചരിവ് ബലം. തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യത്യാസമാണ് മർദ്ദചരിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മർദ്ദചരിവ് കൂടുതലാണെങ്കിൽ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. അതായത് പ്രഷർ ഗ്രേഡിയന്റ് മീൻസ് ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. As pressure distance is more, pressure gradient becomes high. So the speed of the wind will increase. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം കോറിയോലിസ് ബലമാണ് ഓർ കോറിയോലിസ് ഫോഴ്സ് ആണ്. എന്താണ് കോറിയോലിസ് ബലം? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ ബലം ഉണ്ടാകുന്നത്. ഇതിനനുസരിച്ച് കാറ്റുകളുടെ ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അതായത് Coriolis force is the force which causes the deflection of the direction of the freely moving bodies on the earth's surface. Formation of this force is due to the rotation of the earth. മറ്റൊരു ഘടകം കർഷണമാണ് ഓർ ഫ്രിക്ഷൻ. എന്താണ് കർഷണം എന്ന് നോക്കാം. നിരപ്പായ പ്രദേശങ്ങളിലും സമുദ്രോപരിതലത്തിലും കർഷണം കുറവായിരിക്കും. എന്നാൽ നിരപ്പല്ലാത്ത ഭൂഭാഗങ്ങളിൽ കർഷണം കൂടുതലായിരിക്കും. അതായത് the speed of the wind will be high over ocean. The speed of the wind will be low over dense forest and difficult terrain. അപ്പോ കാറ്റിന്റെ ദിശയെയും വേഗത്തെയും നിയന്ത്രിക്കുന്ന 3 ഘടകങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ്, മർദ്ദചരിവ് ബലം ഓർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. സെക്കൻഡ്, കോറിയോലിസ് ബലം ഓർ കോറിയോലിസ് ഫോഴ്സ്. തേർഡ്, കർഷണം ഓർ ഫ്രിക്ഷൻ. ഇനി നമുക്ക് കാറ്റിന്റെ ദിശയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പഠിക്കേണ്ടത്. അതാണ് ഫെറൽ നിയമം.
കോറിയോലിസ് ബലത്തെ അടിസ്ഥാനമാക്കി അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചതാണ് ഈ നിയമം. ഈ നിയമം അനുസരിച്ച് കാറ്റുകളുടെ ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അതായത് അഡ്മിറൽ ഫെറൽ was an American scientist who studied the Coriolis effect. He formulated the Ferrel's law. According to Ferrel, the winds deflect to the right of its direction of movement in the northern hemisphere and to the left in the southern hemisphere. ആഗോള മർദ്ദ മേഖലകൾ നമ്മൾ പഠിച്ചു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളുണ്ട്. അവയെയാണ് ആഗോളവാദങ്ങൾ അഥവാ ഗ്ലോബൽ വിൻസ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. അതായത് ദ വിൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ക്യാൻ ബി കോൾഡ് ആസ് planetary winds. Global winds blow in a constant direction throughout the year. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. അവയാണ് വാണിജ്യവാദങ്ങൾ, ട്രേഡ് വിൻസ്, പശ്ചിമവാദങ്ങൾ, വെസ്റ്റർലി വിൻസ്, ധ്രുവീയവാദങ്ങൾ, പോളാർ വിൻസ്. എന്താണ് വാണിജ്യവാദങ്ങൾ? വാട്ട് ഈസ് ട്രേഡ് വിൻസ്? ഇത് എവിടെ നിന്നും എവിടേക്കാണ് വീശുന്നത്? 30 ഡിഗ്രി മേഖലകളിൽ നിന്നും 0 ഡിഗ്രി മേഖലയിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ അത് വടക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളും ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്നത് തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളും. ഈ രണ്ടു വാദങ്ങളും കൂട്ടിമുട്ടുന്ന ഭാഗം ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നറിയപ്പെടുന്നു. അതായത് it is blowing from the subtropical high pressure belts to the equatorial low pressure belts. We can divide this trade wind into southeast trade winds and northeast trade winds. The zone where these trade winds converge is known as the intertropical convergence zone. രണ്ടാമത്തേത് പശ്ചിമവാദങ്ങൾ ഓർ വെസ്റ്റേർലി വിൻസ്. ഈ കാറ്റുകൾ ഉപോഷ്ണ മേഖലയിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലേക്ക് വീശുന്നു. അതായത് ഇവയ്ക്ക് ദക്ഷിണാർദ്ധഗോളത്തിൽ ശക്തി കൂടുതലാണ്. കാരണം അവിടെ കൂടുതൽ സമുദ്രഭാഗങ്ങൾ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ഭൂമിശാസ്ത്രകാരന്മാർ ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങൾക്ക് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നീ പേരുകൾ നൽകി. അതായത് ഇറ്റ് ഈസ് ബ്ലോയിങ് ഫ്രം ദ സബ് ട്രോപ്പിക്കൽ സോൺ ടു ദ സബ് പോളാർ സോൺ. സിൻസ് ദേ ബ്ലോ ഫ്രം ദ വെസ്റ്റേൺ ഡയറക്ഷൻ, they are called westerly winds. In the southern hemisphere, this wind is too strong. The ancient sailors gave the names roaring 40s, furious 50s and shrieking 60s. ആഗോളവാദങ്ങളിൽ മൂന്നാമത്തേതാണ് ധ്രുവീയവാദങ്ങൾ ഓർ പോളാർ വിൻസ്. ഈ കാറ്റുകൾ ധ്രുവീയ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്നു. ഫ്രം പോളാർ റീജിയൻസ് ടു സബ് പോളാർ റീജിയൻ.
ശക്തമായ കോറിയോലിസ് പ്രഭാവം കാരണം 2 അർദ്ധഗോളങ്ങളിലും ഈ കാറ്റുകളുടെ ദിശ കിഴക്കു നിന്നായിരിക്കും. അതുകൊണ്ട് ധ്രുവീയവാദങ്ങളെ പൂർവവാദങ്ങൾ എന്നും ധ്രുവീയ പൂർവവാദങ്ങൾ എന്നും വിളിക്കുന്നു. അതായത് പോളാർ winds are blowing from polar zones to the subpolar zone. It is colder and stronger. These winds blow from the east in both the hemispheres due to the Coriolis force. Hence, these are known as polar easterlies. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കാറ്റുകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളും ആഗോളവാദങ്ങളും ആണ്. ഓക്കെ, താങ്ക് യു.